നമ്മളെല്ലാവരും കൂടുതൽ നേരം നമ്മുടെ വീടുകളിൽ ചിലവഴിച്ച ഒരു സമയമായിരുന്നു ലോക്ക്ഡൗൺ സമയം. അതുകൊണ്ട് തന്നെ ഇൻഡോർ ചെടികളോട് താല്പര്യം തോന്നിയ സമയവും അത് തന്നെയാണെന്ന് പറയാം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ 5 ഇൻഡോർ ചെടികളാണ് പരിചയപ്പെടുത്തുന്നത്. ഈ 5 ചെടികളും നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് കെയർ ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ലിസ്റ്റിലെ ആദ്യത്തെ ചെടി സ്നേക്ക് പ്ലാന്റ് ആണ്. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ഈ ചെടിക്ക് ഇപ്പോൾ നല്ല ഡിമാൻഡാണ്. നമ്മുടെ ഈ പോപ്പുലർ ഹൗസ് പ്ലാന്റിൻ്റെ കെയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കുറച്ച് വെള്ളം മാത്രം മതി ഈ ചെടിക്ക്. നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ശീലമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ഈ ചെടി അഴുകിപ്പോകും. ഇനി നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കൊടുക്കുന്നില്ല എങ്കിൽ ചെടിയുടെ ഇലകളൊക്കെ വീണ് കിടക്കും. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയില്ല. അതുപോലെ തന്നെ സൂര്യപ്രകാശം ലഭിക്കുന്ന വിൻഡോ സൈഡിൽ ഈ ചെടികൾ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളീ കാണുന്ന ചെടിച്ചട്ടി ഞങ്ങൾ വീട്ടിൽ തന്നെ ചെയ്തെടുത്തതാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലെ ചെടിച്ചട്ടി ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ലിസ്റ്റിലെ രണ്ടാമത്തെ ചെടി ഇസീസി പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന്റെ അട്രാക്റ്റീവ് ആക്കുന്നത് ഇതിന്റെ ഇലകൾ തന്നെയാണ്. നമ്മൾ ആരും ഈ ചെടിയെ ഇഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം ഒരു കെയറും ഈ ചെടിക്ക് വേണ്ട എന്ന് തന്നെ പറയാം. നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. വെള്ളം അധികം ഒഴിക്കാതെ ഇരിക്കുക, അതുപോലെ ഓവർ കെയർ ചെയ്യാതിരിക്കുക. നിങ്ങളൊരു 10 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഡയറക്റ്റ് സൺലൈറ്റ് ഈ ചെടികൾക്ക് വേണ്ട. അതും കൂടെ കെയർ ചെയ്താൽ മാത്രം മതി. കെയറിങ് പോലെ തന്നെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷനും. വളരെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഈ ചെടികൾ. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. മൂന്നാമതായിട്ട് എൻ്റെ ലിസ്റ്റിലുള്ള ചെടി പോത്തോസ് അല്ലെങ്കിൽ മണി പ്ലാന്റ് ആണ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ അറ്റ്ലീസ്റ്റ് ഒരു മണി പ്ലാന്റ് എങ്കിലും ഇൻഡോറിൽ കാണാൻ സാധ്യതയുണ്ട്. വളരെ ഈസി ആയിട്ട് കെയർ ചെയ്യാവുന്ന മണി പ്ലാന്റിനെ നമുക്ക് വെള്ളത്തിലും അതുപോലെ മണ്ണിലും നട്ട് കിളിപ്പിക്കാവുന്നതാണ്. മീഡിയം ടു ലോ ഇൻഡയറക്റ്റ് ലൈറ്റാണ് ഈ ചെടികൾക്ക് ആവശ്യം. അതുപോലെ തന്നെ മണ്ണ് ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ മറ്റൊരു കോമൺ പ്രോബ്ലം നമ്മൾ പോത്തോസിൽ കാണുന്നത് ഓവർ വാട്ടറിങ് കാരണമാണ്. ഇലകൾ മഞ്ഞ കളറിലാകുകയും കൊഴിഞ്ഞു പോവുകയും ചെയ്യുകയാണെങ്കിൽ ഓവർ വാട്ടറിങ് ആണ് അതിൻ്റെ റീസൺ. അതുമാത്രമല്ല, നിങ്ങളുടെ ചെടിയുടെ ഇലകൾ ഏതെങ്കിലും കാരണവശാൽ വാടിക്കിടക്കുകയോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലോ കാണുകയാണെങ്കിൽ അത് നിങ്ങൾ കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാത്തത് കൊണ്ട് ഉണ്ടാവുന്നതാണ്. പിന്നെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ചെടികളെ പോലെ പോത്തോസിനെ സെപ്പറേറ്റ് ചെടിച്ചട്ടിയുടെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള പഴയ ബോട്ടിൽസോ അല്ലെങ്കിൽ ഈവൻ ഒരു ആക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിൽ പോലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പണ്ട് കാലങ്ങളിൽ കൃഷിവിത്തുകൾ സൂക്ഷിച്ചിരുന്ന മൺകലമാണിത്. ഇവയൊക്കെ നിങ്ങളുടേതായ രീതിയിൽ പോത്തോസൊക്കെ വെച്ച് നിങ്ങളുടെ വീടുകളെ ഭംഗിയുള്ളതാക്കിയെടുക്കാവുന്നതാണ്. എൻ്റെ ലിസ്റ്റിലെ 4ാമത്തെ ചെടി ഫിലോഡെൻഡ്രോൺ ആണ്. നല്ല ഗ്ലോസി ലീവ്സ് ഉള്ള ഈ ചെടിയെ വിൻഡോ സൈഡിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് സൺലൈറ്റ് വളരെ ഇഷ്ടമാണ് ഈ ചെടിക്ക്. പഴയ ഇലകളൊക്കെ മഞ്ഞ കളറിൽ വരാറുണ്ട്. എന്നാൽ ഒരുപാട് ഇലകൾ മഞ്ഞ കളറിൽ കണ്ടാൽ ഒരുപാട് സൂര്യപ്രകാശമുള്ള സ്ഥലത്താണ് നിങ്ങൾ ചെടി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതുമാത്രമല്ല, ചില സമയങ്ങളിൽ ഈ ചെടിയിലെ ഇലകൾ തമ്മിൽ നല്ല അകലം കാണാറുണ്ട്. ഇങ്ങനെ വരുന്നത് അതിന് ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം കിട്ടാത്തത് കൊണ്ടാണ്. സോയിൽ ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളൊരു കൊച്ചു തണ്ട് വാങ്ങിച്ചാൽ പോലും അത് പെട്ടെന്ന് തന്നെ കിളിച്ച് നല്ല ബുഷിയായിട്ട് വരികയും ചെയ്യും ഈ ചെടി. ഇത് നല്ലൊരു എയർ പ്യൂരിഫയിങ് പ്ലാന്റ് കൂടിയാണ്. ഈവൻ നിങ്ങൾക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് ഫിലോഡെൻഡ്രോൺ. എൻ്റെ ലിസ്റ്റിലെ അവസാനത്തെ ചെടി റബ്ബർ പ്ലാന്റ് ആണ്. എല്ലാ സമയത്തും കുറച്ച് മോയ്സ്റ്റ് സോയിലാണെങ്കിൽ ഈ ചെടി വളരെ ഹാപ്പി ആയിരിക്കും. സോയിലിൽ മോയ്സ്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ട് റബ്ബർ പ്ലാന്റ് കിളിച്ച് വരുന്നതാണ്. ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യം വരാറുണ്ട്. ഇത് വളർന്നു വരുമ്പോഴത്തേക്കും ആഴ്ച ഒരിക്കൽ ഒരു ക്ലോത്ത് യൂസ് ചെയ്തിട്ട് എല്ലാ ഇലകളും ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ റബ്ബർ പ്ലാന്റിൻ്റെ മാത്രം കാര്യമല്ല, ഇൻഡോർ ചെടികളെല്ലാം നമ്മൾ തീർച്ചയായിട്ടും ആഴ്ച ഒരിക്കൽ ക്ലീൻ ചെയ്താൽ നല്ല ഗ്ലോസി ലീവ്സ് ആയിട്ട് തന്നെ ഇതെല്ലാം നിൽക്കുന്നതാണ്. ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും പുതിയ കുറേ ചെടികളുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. See you guys.